മോർ ദാൻ 2 ബില്യൺ ആൾക്കാർ കളിച്ചിരുന്ന ഒരു ഗെയിമാണ് ഫ്രീ ഫയർ എന്ന് പറഞ്ഞത്. സോ പാരൻസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു ഗെയിമിനകത്ത് പല ആൾക്കാരും കയറുന്ന പല ഇൻറ്റൻഷൻസാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല ആൾക്കാരുടെ ലൈഫ് എന്ന് പറയുന്നത് ബിസിനസ് ആവാം, ഫാമിലി ആവാം, അങ്ങനെ. പക്ഷേ ഇവിടെ പല ആൾക്കാരുടെയും പല കുട്ടികളുടെയും ജീവിതം എന്ന് പറയുന്നത് അവരുടെ ഗെയിംസാണ്. സോ അപ്പോൾ അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. സോ അപ്പോൾ അതൊന്നും പറയാനില്ല. സോ ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് ആക്സസ് ചെയ്ത് റിലേബിൾ ആയിട്ട് ആൾക്കാരോട് പെട്ടെന്ന് മിണ്ടാനും സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള പല രീതിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ ഗെയിമിനകത്ത് വരുന്നത്. അപ്പം ഈ പറഞ്ഞ ആൾക്കാരെന്ന് പറയുന്നത് നമ്മൾ എന്നും നമ്മുടെ സ്നേഹത്തോടെ മിണ്ടണമെന്നൊന്നുമില്ല. പല രീതിയിലും പല വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളുള്ള മനുഷ്യന്മാരുള്ള ഈ ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റി, കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്ക് നമ്മൾ മിണ്ടുമ്പോൾ നമ്മുടെ കിഡ്സ്, നമ്മുടെ അൺറേജഡ് ആയിട്ടുള്ള 18 വയസ്സിന് താഴെയുള്ള പിള്ളേരൊക്കെ കളിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പിള്ളേരും പോയി മിണ്ടുന്ന മുതിർന്ന ആൾക്കാരെന്ന് പറയുന്നത് അവർ കയറുന്നതെന്ന് പറയുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് കയറുന്ന ചില ആൾക്കാരുണ്ട്. സോ അവർ കയറും തമാശകളടിക്കും, ഗെയിമിനുപരി അവർ സംസാരത്തിൽ എൻഗേജ്ഡ് ആവും, തമാശകളും കാര്യങ്ങളും ഓണങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും കാണത്തില്ല. നല്ല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അശ്ലീലത എന്നുള്ളൊരിതിൻ്റെ ചില അശ്ലീല കണ്ടൻസ് ഉൾപ്പെടെ ഗേൾസ് ഉൾപ്പെടെ നമ്മുടെ അടുത്ത് നടിക്കാറുണ്ട്. സോ അത് നമ്മളാണെങ്കിൽ അതിനപ്പുറം ഒരു തമാശ നിസ്സാര മെച്യൂരിറ്റിയുടെ ബേസിലാണ് കളയലാണ്. സോ അപ്പോൾ അതിനപ്പുറം അത് എടുത്തിട്ട് അയ്യോ അവരെന്തിന് അങ്ങനെ പറയുന്നുള്ള റെസ്ട്രിക്ഷൻ അതിനൊന്നും ചിന്തിച്ച് കൂട്ടാറില്ല. കാരണം അടിസ്ഥാനം മെച്യൂരിറ്റിയാണ്. ഇനി എങ്ങനെ എടുക്കുന്നുള്ളതനുസരിച്ചാണ് ഇനി ബാക്കി ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. എങ്ങനെ എടുക്കുന്നുള്ളതാണ് കാര്യം. ഫാഷൻ മോഡൽസിനെ നമ്മൾ തപ്പി അടക്കും. അപ്പൊ അങ്ങനെയാണ് ഇവരെ കെട്ടിയനായത് ശ്രുതിയില. ഇതുപോലെ ബീച്ചില് കൊടയുടെ താഴെ ഇങ്ങനെ ഒരു ഗെയിമിംഗ് കണ്ടന്റ് ക്രിയേറ്ററിന് ഉപരി എങ്ങനെയൊക്കെ ആൾക്കാരുടെ ഇടയിലേക്ക് ചെന്നിട്ട് ക്രിയേറ്റീവ് കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയൊക്കെ അറ്റൻഷൻ സീക്ക് ചെയ്തിട്ട് നമുക്ക് നല്ല നിലയിൽ വ്യൂസ് കയറ്റുക എന്നുള്ള നിലയ്ക്ക് ഞാനാണെങ്കിൽ പല രീതിയിൽ ചിന്തിച്ചപ്പോഴാണ് ഞാൻ GTA 5 RP സെയിം മോഡൽ ഓഫ് ഡ്രാമാറ്റിക് രീതിയിലുള്ള പല രീതിയിലുള്ള വീഡിയോസും ചെയ്തു തുടങ്ങിയത്. അപ്പം അതിൽ പല ആൾക്കാർക്കും നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളില്ല. ഡ്രാമാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ റിയൽ ലൈഫായിട്ട് ഒരു ബന്ധമില്ലാത്ത പല രീതിയിലുള്ള തമാശകളും ആൾക്കാരിലേക്ക് പ്രാങ്ക് ചെയ്യലും അങ്ങനെ ചാറ്റ് പ്രാങ്കും ഇംപ്രഷൻ ലെവലിൽ പാട്ട് പഠിപ്പിക്കലും അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ആശയത്തിൽ എങ്ങനെയൊക്കെ വ്യൂസ് ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെയൊക്കെ നല്ല രീതിയിലുള്ള വീസ് കിട്ടും, അങ്ങനെയൊക്കെ നല്ല അടിപൊളി സപ്പോർട്ടോട് ഞാനിങ്ങനെ പ്രത്യേകിച്ച് പ്രാങ്ക് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടും പണി റിസ്ക്കുള്ള പരിപാടിയാണ്. കാരണം ലോക്കൽ പ്രാങ്ക് പോലും ഇല്ല. അപ്പോൾ അത്രയ്ക്കും നേരിട്ട് കാണാത്ത ഒരാളോട് നമ്മളാണെങ്കിൽ നമ്മുടെ സ്വന്തം വ്യക്തിത്വം പോലും വലിയായിട്ട് ആക്കിയിട്ടാണ് നമ്മുടെ കാര്യം പറയുമ്പോൾ നല്ല മനുഷ്യരെ നല്ല മനസ്സിന് ഉടമകളാകുമ്പോൾ അവരാണെങ്കിൽ മനസ്സിലാക്കുമെന്നുള്ളൊരു ഹോപ്പ് മാത്രം വെച്ചിട്ടാണ് നമ്മളിത് മുന്നോട്ട് പോയത്. സോ രാരിയെല്ലാം പാടിയിറക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സ്റ്റോറിയിൽ നിന്ന് കുറേ പേര് എനിക്ക് റിപ്ലൈ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി എനിക്കിതാ കിട്ടാൻ ഈ കാണിച്ചവരൊന്നും ചിരിയിലും കളിയിലും ഒരു പരിമിതിയില്ലാതെ പ്രണയത്തെപ്പോലെ തോന്നിക്കുന്ന പ്രാണം പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള നിരവധി രീതിയിൽ നിന്നിട്ട് വിത്തൗട്ട് ലിമിറ്റ്സ് നിന്നിട്ട് തൊട്ടനും പിടിച്ചതിന് വഴക്കുണ്ടാക്കി ഈയോടെ പേരിൽ ബോർഡ്സ് പോലും കളയുന്ന മെച്ചോറല്ലാത്ത മണ്ടപ്പിള്ളേർ, അവരിൽ കുറേ ലൂസിയ പോലത്തെ കുറേ പകൽമാന്യമാരെ കുടുംബശ്രീ ചേച്ചിമാരെ വെച്ച് കൂടെ പിടിച്ച് ഉള്ളിൽ മനസ്സിൽ വെറുപ്പ് വെച്ച് അവന്മാർ കുശുമ്പും എല്ലാം വെച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള യുവമാരൊക്കെ ഇതൊരു ക്ലീശ ജനറേഷൻ ഡ്രൈവ് സോഫ്റ്റ് കോർണർ ബേസിൽ അവിടെ മനസ്സിലോട്ട് ഒലിച്ചിറങ്ങുന്ന വൈറ്റായുടെ കെയറിംഗ് കൂടെ ആകുമ്പോൾ ഇതിൻ്റെ ഭാഗമായി ഇറക്കുന്ന പാവം നമ്മളെപ്പോലുള്ള പൂച്ചയെ പോലെ ഒതുങ്ങി ഇരിക്കുന്ന കാണാത്തയും കണ്ടറിയാത്തയും കാര്യങ്ങൾ കൊടുത്ത് തന്തേ പോലും നിൽക്കുന്ന ക്ലീശ സമൂഹത്തിലെ കുടുംബശ്രീ ചേച്ചിമാരെ പറ്റിയുള്ള വീഡിയോ അല്ല ഇത്. അതല്ല ഞാൻ ഇവരെ പറ്റിയല്ല ഞാൻ കാണിച്ചു. സുഹൃത്തുക്കളോട് സൗഹൃദത്തോടെ ചേർത്ത് പിടിച്ച് അവിടെ പക്കൽ നിന്നുണ്ടായി തെറ്റുകുറ്റങ്ങൾ തിരുത്തിയും പറഞ്ഞും മനസ്സിലൊന്നും ആരോടും ഒരു ദുരൂഹതയും ഒന്നും വയ്ക്കാതെ തുറന്നടിച്ച് ചിരിച്ചും കളിച്ചും പറയുന്ന തമാശകളും മണ്ടത്തരങ്ങളും അത് അങ്ങനെ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും സോറി പറഞ്ഞ് ഞാൻ അവിടെ ഇതാക്കാറുണ്ട്. പക്ഷേ ഈ സോറി പറഞ്ഞ് എല്ലാം ഒതുക്കിയ കേസുകൾ പോലും പല ആൾക്കാരും എൻ്റെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ പല കേസ് ആയിക്കോട്ടെ കുത്തിപ്പൊക്കി എൻ്റെ കുറ്റബോധം പോലും അവർ മനസ്സിലാക്കാതെ ആരും കാണുന്നില്ലല്ലോ ഞാൻ സോറി പറഞ്ഞ കാര്യമൊന്നും അതെല്ലാം എൻ്റെ കുറ്റബോധത്തെ പോലും മനസ്സിലാക്കാതെ എന്നെപ്പറ്റി തള്ളി പറയുന്ന അത് എന്നെ ഡീഫെയിം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിൽ വരുന്ന കുറേ ചേച്ചിമാരുള്ള ഈ കാലഘട്ടത്തിൽ ഇതൊന്നും പറയാനില്ല കൂടുതൽ. കാരണം പണ്ടും കാര്യമില്ല ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പറയുന്ന ഇത്രയും നീചമായിട്ടുള്ള സമൂഹത്തിലുള്ള ഇത്തരം ആൾക്കാരാണ് നമ്മൾ ബോധ്യപ്പെടുത്താനുള്ളത്. നല്ല മനുഷ്യരിന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല ആൾക്കാരുണ്ട്, നല്ല മനസ്സിൻ്റെ ഉടമകൾ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒറ്റ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വീഡിയോസും ഈ പറയുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമ്മൾ നോക്കുന്നത്. പറയുന്നവർ പറയും, ആ പറയുന്ന കേൾക്കുന്നതെല്ലാം നമ്മളാണെങ്കിൽ എല്ലാം ശരിയാവണമെന്നും ഉണ്ടാവത്തില്ല. അത്രയ്ക്കും ഒക്കെ വളർന്നു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സോഷ്യലൈസ് ചെയ്ത് നല്ല ലെവലിൽ മിണ്ടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല റേറ്റ് ഓഫ് ഹെയ്റ്റ് കമൻറ്റ്സ് വരും. കാരണം അവർ മിണ്ടുന്ന ഓരോരുത്തരോടാണ് മിണ്ടുന്നത്, ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലാണ്. അവരുടെ വ്യത്യസ്ത സ്വഭാവത്തിൽ നമുക്ക് ചിലപ്പോൾ ഒത്തുവരണം ഉണ്ടാകത്തില്ല, ചിലപ്പോൾ വെറുതെ വന്ന് മോഡ അണിച്ചിട്ട് ചൊറിയാൻ വരുന്ന ഡ്രീംസ് ഉണ്ട്. അങ്ങനെ എല്ലാവരും സംതൃപ്തിയാക്കി നമുക്ക് ഈ ലൈഫിൽ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ പലതും പറയും. അതിൻ്റെ ബേസിലൊക്കെ നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അത്ര ആൾക്കാരെ നമുക്ക് ആർക്കും ലൈഫിൽ വേണ്ട. എനിക്ക് വേണ്ട, എൻ്റെ പേഴ്സണലി എനിക്ക് വേണ്ട. കാരണം അത് മെച്യൂറായിട്ട് ചിന്തിക്കുന്ന നല്ല മനുഷ്യരുണ്ട്, അത് തന്നെ സന്തോഷം. അതെന്നെ ഇത്രയും വിഷയങ്ങൾ അറിഞ്ഞിട്ട് എൻ്റെ സത്യാവസ്ഥ എല്ലാം മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളും പിന്നെ അതിനുപരി എന്നെ എത്രത്തോളം സ്നേഹിക്കുന്ന ഇതെല്ലാം അറിഞ്ഞിട്ട് എന്നെ അത്രത്തോളം സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ എനിക്കുണ്ട്. അപ്പോൾ അതിനുപരി എനിക്ക് വേറെ ആരും വേണമെന്ന് നിർബന്ധമില്ല. സോ
സോ അപ്പം എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു, എന്നും സ്നേഹം തിരിച്ച് കാണിക്കാൻ പറ്റുന്ന അത്രത്തോളം കാണിക്കുകയും ചെയ്യും. പിന്നെ ഇത്തരം സംസാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത്രയും വെറുതെ ചിരിച്ചും കളിച്ചും പോകുന്ന നല്ല മെൻറ്റാലിറ്റിയിൽ പോകുന്ന ആൾക്കാരെ പറ്റി അങ്ങനെ പറഞ്ഞുണ്ടാക്കാതെ വിശ്വസിക്കാതെ കൂട്ട ആൾക്കാർ, ചിന്തിക്കാത്ത ആൾക്കാർ. അപ്പം ഇത്തരം നല്ല മനുഷ്യർ ഇനിയും എനിക്കിന്ന് എവിടെയും പറയാൻ പറ്റുന്ന കേസാണ്. എന്നും എൻ്റെ കൂടെ എന്നിട്ടുള്ള ഓരോ ആൾക്കാരും എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, കൂടെ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു സ്വഭാവം കൊണ്ടും എൻ്റെ ഒരു വ്യക്തിത്വം കൊണ്ടും എൻ്റെ സംസാരം എൻ്റെ ഇത് മാത്രം കൊണ്ടാണ്. എന്നെ കണ്ടിട്ടോ എന്നെ അറിഞ്ഞിട്ടോ വേറെ ഒന്നും കൊണ്ട് എൻ്റെ ഓരോ പേരും എൻ്റെ ക്യാഷോ ഒന്നും കണ്ടിട്ടല്ല എന്നെ എന്തുമായിരിക്കും എൻ്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് എന്നോട് ആക്കിയില്ല. എന്നും ഞാൻ എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കഴിവും എൻ്റെ ഇതും സ്വഭാവം കൊണ്ടാണ്. അത് തന്നെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുന്ന പോസിറ്റീവായിട്ട് വരുന്ന ആൾക്കാരെ പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. പക്ഷേ ആ വിഷമം ഞാൻ ഒരിക്കലും, അത് കാരണം ഞാൻ ഒരിക്കലും തളർന്നു പോകത്തില്ല, ഇതാക്കി പോകത്തില്ല. ഇന്ന് എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന പല ആൾക്കാർക്കും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ ഞാൻ തകരാറുള്ളൂ. ഇന്നും ഞാൻ വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടി വിഷമിച്ചിട്ടുള്ളത് മാറുന്ന ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇടപെടണമെന്ന് പറയാറുള്ളത് എത്ര സ്ത്രീകളുണ്ടെന്ന് അറിയാമോ. അത് മാത്രമല്ല, നമ്മളെന്നും നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്നും നല്ല ലെവലിൽ കാണുന്നത് മാത്രമേ ആയിരിക്കുള്ളൂ. കൂടെ നിന്ന് പോയാൽ പോലും അവരൊരിക്കലും മോശമായിട്ട് കാണാനുള്ളതായിരിക്കും. സത്യം പറഞ്ഞാൽ പല ആൾക്കാരും കർമ്മ എന്ന് പറയുമെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു സംഭവമുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ നിന്ന് ഒരാൾ പോലും കൂടെ നിന്നിട്ട് ലാസ്റ്റ് ആണെങ്കിൽ മണ്ടത്തരം കാണിച്ച് സോഫ്റ്റ് കോർണറിൻ്റെ ബേസിൽ പോയി കയറി ഒരു മണ്ടൻ്റെ കൂടെയത് കാണുമ്പോൾ ഒരു പുച്ഛഭാവത്തിൽ ചിരി തോന്നും. കാരണം നമുക്ക് വേറെ നിവർത്തിയില്ല, പറയാനും പറ്റത്തില്ല. കാരണം നമ്മളെ കൂടെ നിന്നില്ലാത്ത ഒരാളെ പറ്റി. പക്ഷേ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കർമ്മ എക്സിസ്റ്റ്, സീരിയസ്ലി. അതുകൊണ്ട് സൂക്ഷിക്കുക, പറയുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. ഇനി ആര് പറഞ്ഞിട്ടും പല ആൾക്കാരുടെ ഗുണശ്രീ സ്വഭാവം ഒന്നും മാറാൻ പോകും. എത്ര പറഞ്ഞാലും ഒന്ന് മാറി ആൾക്കാരിലേക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ എന്നോട് പേഴ്സണലി വന്നപ്പോഴാണ് ഞാൻ പല ആൾക്കാരെ പിടിച്ചിട്ട് എക്സ്പോസ് ആക്കി നല്ല കൊടുക്കുക. കാരണം എനിക്കത് റിയാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പലരും പറഞ്ഞുണ്ടാക്കുമ്പോൾ എനിക്ക് തെളിയിച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് ഞാൻ എക്സ്പോസ് ചെയ്യുന്നത്. അപ്പം എല്ലാം എനിക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പലതും എൻ്റെ പേഴ്സണലാണ്. അപ്പം ഇതൊക്കെ എടുത്തിട്ട് എൻ്റെ പേഴ്സണൽ സംഭവത്തിലൂടെ കയറി വന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തി, എന്നെ മോശക്കാരനാക്കിയിട്ട് അവർക്ക് പല തോന്നിവാസങ്ങളും കാണിച്ച് പല ആൾക്കാരും ഇവർ പറഞ്ഞു നടക്കാനുള്ളൊരു ഇൻറ്റൻഷൻ നടക്കുന്ന കുറേ ക്ലേശ സമൂഹങ്ങൾ. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റ് കാണിക്കാന്നല്ല. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറ്റബോധം എന്ന് പറഞ്ഞാൽ അത് ചില മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന മാനസികമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. മാനസികമായിട്ട് മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുക, ഒരു മനുഷ്യൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുക. ഒരു മാനസിക പരിഗണന എന്നുള്ള നിലയ്ക്ക് എന്നെ പറ്റി ഒരാൾക്കും ഒരു കുറ്റവും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എല്ലാ ലെവൽ ഓഫ് തെറ്റും എൻ്റെ ഭാഗത്തും പറ്റി ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ഒപ്പളെ പോയിട്ട് ഞാൻ പറഞ്ഞ് സോൾവാക്കുന്ന ഒരാളാണ്. അപ്പം ഭൂരിപക്ഷം ആൾക്കാരിലും പറ്റിയതോ പറ്റാത്തതോ മെച്ചുവറായിട്ടുള്ള ഒരാളും നമ്മളാണ് ഈ പറഞ്ഞു നടക്കാൻ പോകത്തില്ല. ഞാൻ അങ്ങനെ ചെയ്തു, ഇതാണ് അതിൻ്റെ കാരണം ഒരിക്കലും പറയാൻ പോകത്തില്ല. കാരണം അത് അവരുടെ പേഴ്സണൽ മിക്ക കേസുകളതും മാക്സിമം വിട്ട് കളയാനും പോത്ത് തീർപ്പുണ്ടാക്കിയത് വിടാൻ നോക്കത്തുള്ളൂ. ആരും അതിനെപ്പറ്റി പറഞ്ഞാൽ അതിന് കൂടുതൽ ആൾക്കാരിലേക്ക് അറിയിക്കാൻ നോക്കത്തില്ല. അതാണ് ഇത്രയായിട്ട് ഞാൻ ഒന്നും അധികം അതിനെപ്പറ്റി പറയാത്തത്. സോ അപ്പം എനിക്കങ്ങനെ ആരെയും നന്നാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എൻ്റെ അടുത്ത് കയറി വരായിരുന്നത് എനിക്ക് ആരോട് വിരോധം ദേഷ്യമൊന്നുമില്ല. എന്നോട് ആരും വെക്കേണ്ട ആവശ്യമില്ല. എന്നോട് എന്തെങ്കിലും എന്നോട് ഓപ്പൺലി എന്ന് പറയാം, സംസാരിക്കാം, സന്തോഷത്തോടെ നല്ല ലെവലും ഉണ്ടാകും. പിന്നെ പ്രത്യേകിച്ച് 18 വയസ്സിന് താഴെയുള്ള ആരും മിണ്ടോ താല്പര്യം. നമ്മളൊക്കെ ചിരിച്ചും കളിച്ചും പോകുന്ന ടീംസാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഗീവ് അവേ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. നിങ്ങൾ ലൈഫിലോട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും നിങ്ങളുടെ ലൈഫ് ഇതേ കണക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലോ, അപ്പോൾ ഈ വിഷയങ്ങളിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതും പിന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അടിപൊളി കമൻറ്റ്, ഹൗ ടു ഫേസ് ഇറ്റിനെ പറ്റി നിങ്ങൾ വ്യക്തമായിട്ടൊരു കമൻറ്റ് ഇടുക. സോ അതിൽ നിന്ന് ഏറ്റവും എക്സ്ക്ലൂസീവായിട്ട് തോന്നുന്ന അടിപൊളി കമൻറ്റ് നമ്മളാണ് ഗീവ് അവേ കൊടുക്കുന്നതായിരിക്കും. സോ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെ പറ്റി പൊതുവെ യൂട്യൂബേഴ്സ് പറഞ്ഞ പറ്റി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ലവ് അഫെയർ ആണെങ്കിൽ ആ കുട്ടി ബ്രേക്കപ്പ് ആയിട്ട് ആ കുട്ടി കേസ് കൊടുക്കുക. ചിലപ്പോ പീഡിപ്പിച്ചിട്ടുണ്ടാവില്ല. പിന്നെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കുറ്റക്കാരനാണോ എന്ന് നിയമത്തിന്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ അകത്തായിരിക്കും. യാഥാർത്ഥ്യം തിരിച്ചങ്ങനെ സംഭവിക്കോ? അങ്ങനെ തിരിച്ച് സംഭവിച്ച് കേരളത്തിലെ പുരുഷന്മാരുടെ സംരക്ഷണം വേണമെന്നുള്ളതാണ് ഇപ്പൊ പ്രശ്നം. വേണമെന്നല്ല, നിയമം ഒരുപോലെയാണോ? തീർച്ചയായും ഓരോ മനുഷ്യർക്കും ഓരോ വിഷയത്തിൽ വ്യത്യസ്ത ആശയങ്ങളാണ്. ഈ വ്യത്യസ്ത ആശയങ്ങൾ അറിയാൻ വേണ്ടി വ്യത്യസ്ത ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. ആ ചോദിക്കേണ്ട വിധത്തിലേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഒരു പെണ്ണിനോടല്ലേ പെണ്ണിനായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചോദിക്കും നിങ്ങളുടെ വീട്ടിലുള്ള അമ്മയുടെ നിങ്ങളുടെ ഇവരെല്ലാം പെണ്ണാണ്, അപ്പോൾ അവരോടും ചോദിക്കും, നിങ്ങളുടെ അമ്മയോടും ചോദിക്കും, നിങ്ങളുടെ പെങ്ങളോടും ചോദിക്കും, അവിടെ അനുഭവത്തോടുകൂടി അവരോട് ചോദിക്കും. അത് കുഴപ്പമില്ല. അവർക്കെല്ലാം ബുദ്ധിയുണ്ട്. പക്ഷേ ചിന്തിക്കാനുള്ള തിരിച്ചറിവില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവർ പറയും, പലതും പറഞ്ഞുണ്ടാക്കും. നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാനും നിങ്ങളെ ഭാഗത്താണ് തെറ്റ് എന്ന് വരുത്തി തീർക്കാനും ഒരാള് എല്ലാവരും നിങ്ങൾക്കെതിരെ ആക്കണതൊന്ന് ഇമാജിൻ ചെയ്തു നോക്ക്. ഇതിനെയാണ് ഗ്യാസ് ലൈറ്റിംഗ് ബൈ പ്രോക്സി എന്ന് പറയുന്നത്. ഗ്യാസ് ലൈറ്റിംഗ് തന്നെ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഇവര് നിങ്ങൾ ഓവർ റിയാക്ട് ചെയ്യണമെന്ന് പറയാൻ മാത്രമല്ല, നിങ്ങളെ ഫ്രണ്ട്സിനെ കൊണ്ട് പറയാൻ അത് പ്രേരിപ്പിക്കും. ഇവര് നിങ്ങളെ ഭാഗത്ത് മാത്രമാണ് പ്രശ്നം എന്ന് പറയാൻ മാത്രമല്ല, ഇവര് ചുറ്റുള്ള എല്ലാവരും അതിൽ കൺവിൻസ്ഡ് ആണെന്ന് ഉറപ്പുവരുത്തും. ഇവർ ഒരിക്കലും ഒറ്റയ്ക്ക് വാദിക്കൂല. എപ്പോഴും ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, പിന്തുണക്ക ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഒരാള് മാത്രമല്ല നിങ്ങൾക്ക് വട്ടാണെന്ന് പറയുന്നത്, ചുറ്റുള്ള എല്ലാവരും കൂടെ നിങ്ങളെ വട്ടാക്കണേണ്. അപ്പൊ ഒരു പോയിന്റിൽ നമ്മൾ തന്നെ വിചാരിച്ചു പോകും, ശരിക്കും ഇനി എന്റെ ഭാഗത്തായിരിക്കോ പ്രശ്നം, ഞാനാണോ തെറ്റ് ചെയ്തത്? ഒരിക്കലും അല്ല, നിങ്ങൾ യു ആർ ജസ്റ്റ് ഔട്ട് നമ്പേർഡ്. അപ്പൊ ഇങ്ങനത്തെ അറ്റാക്ക് ഒക്കെ വരും. അപ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇത് വെറും ഒരു മാനിപ്പുലേഷൻ ടാക്ടിക് മാത്രമാണ്.